സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, അതായത് സുവിശേഷത്തിന്റെ ആമുഖം നമ്മൾ പഠന വിഷയമാക്കി. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ പ്രലോഗില് അഥവാ മുഖവുരയില് അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് സംഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ്. മുഖവുരയിൽ അവതരിപ്പിക്കുന്ന 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കേണ്ടത്. ഒന്നാമതായിട്ട് വചനം. എന്താണ് വചനം? ജോണിന്റെ സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് പ്രലോഗിൽ, വചനത്തെ ദൈവത്തോട് കൂടെയായിരുന്ന വചനം, ദൈവം തന്നെയായ വചനം, ദൈവത്തിന്റെ വെളിപാട് നമുക്ക് പകരുന്ന വചനം അഥവാ വെളിപാടിന്റെ വെളിച്ചമായ വചനം, സമത്വവും സൃഷ്ടിച്ച വചനം, ഇരുളിൽ പ്രകാശിക്കുകയും ഇരുളിനെ കീഴടക്കുകയും ചെയ്യുന്ന വചനം. ഇപ്പൊ വചനത്തിന്റെ ഇത്രയും സവിശേഷതകളാണ് ഈ ആമുഖത്തിൽ പറഞ്ഞത്. സുവിശേഷത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ വചനം എന്ന രഹസ്യത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. രണ്ടാമതായിട്ട്, ഈ വചനമായ യേശുവും ദൈവവും തമ്മിലുള്ള ബന്ധം. വചനവും ദൈവവും തമ്മിലുള്ള ബന്ധം അഥവാ യേശുവും ദൈവവും തമ്മിലുള്ള ബന്ധം, അത് ഒന്ന് 2 വാക്യങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അനാദിയിലെ ദൈവത്തോടൊത്തായിരുന്നു ഈ വചനം. അപ്പോൾ ദൈവത്തോടൊത്ത് ആ ഒരു ബന്ധം, അവൻ ദൈവമായിരുന്നു എന്ന് വെച്ചാൽ ദൈവത്തോട് ഒത്തായിരുന്നവൻ മാത്രമല്ല, അവൻ ദൈവമായിരുന്നു. പിതാവായ ദൈവത്തിന് സമനായവൻ ദൈവമായിരുന്നു. യോഹന്നാൻ 1:18 പറഞ്ഞു, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ. അപ്പോൾ ഇവിടെ ബന്ധം എന്താണ്? അവൻ പിതാവുമായുള്ള ഗാഢബന്ധം. നിത്യവചനമായ പുത്രൻ തമ്പുരാന് പിതാവുമായി ഉണ്ടായിരുന്ന ഗാഢബന്ധം, അത് ശാശ്വതവും അഗാധവുമായ ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗാഢ ഐക്യം. പുത്രൻ തമ്പുരാന് പിതാവുമായി ഉണ്ടായിരുന്ന ഗാഢ ഐക്യം, അഗാധമായ ഒരു ആത്മബന്ധം. നിത്യവചനമായ പുത്രൻ തമ്പുരാന് പിതാവുമായി ഉണ്ടായിരുന്ന ആ ഗാഢബന്ധം, ഒരിക്കലും വേർപെടുത്താനാകാത്ത ബന്ധം, ഗാഢ ഐക്യം. അതോടൊപ്പം 18-ാം വാക്യത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ദൈവത്തിന്റെ ഏകജാതനാണ്. അവിടുന്ന് ദൈവത്തിന്റെ ഏകജാതൻ, ദൈവപുത്രനാണെന്ന് മാത്രമല്ല, അവൻ ഏകജാതനാണ്. അപ്പൊ വചനത്തെ എടുത്തു പറഞ്ഞു, യേശുവും പിതാവുമായുള്ള ബന്ധത്തെ എടുത്തു പറഞ്ഞു. മുഖവുരയിൽ പറഞ്ഞേക്കുന്ന 3-ാമത്തെ കാര്യം, യേശുവും ലോകവും തമ്മിലുള്ള ബന്ധം. അത് 1, 3, 4 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സമത്വവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ലോകമെന്ന പദം 3 അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ജോണിന്റെ സുവിശേഷത്തിൽ. ഒന്നാമത്തേത് സൃഷ്ടപ്രപഞ്ചം എന്ന അർത്ഥത്തിൽ, 2 മനുഷ്യൻ, 3 അവിശ്വസിക്കുന്ന ലോകം. ലോകമെന്ന പദം അവിശ്വാസത്തിന് പര്യായമായി പല ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ പൊതുവെ ലോകം എന്ന് പറഞ്ഞാൽ സൃഷ്ടപ്രപഞ്ചത്തെ മാത്രം സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്, മനുഷ്യകുലത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അവിശ്വസിക്കുന്ന ലോകത്തെ. ഈ 3 അർത്ഥത്തിലാണ് ലോകമെന്ന പദം ജോണിന്റെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. യേശുവും ലോകവും തമ്മിലുള്ള ബന്ധം നമ്മൾ എടുക്കുമ്പോൾ, ആദ്യം ഒന്നാമത്, ലോകം യേശുവിലൂടെയാണ് ഉണ്ടായത്, സമത്വവും അവനിലൂടെ ഉണ്ടായി. എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവനിലൂടെ. ഉൽപ്പത്തി 1:3 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്.
3 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ദൈവം വചനത്താൽ സമസ്തവും സൃഷ്ടിച്ചത്. ആ വചനത്തിന്റെ അന്തരാർത്ഥം ജോണിന്റെ സുവിശേഷം മാത്രമല്ല, ബൈബിള് മുഴുവനും എടുത്തുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ബൈബിളിൽ പഴയ നിയമത്തില് വചനത്തിന് പകരം ഉപയോഗിച്ചിരുന്ന ഹീബ്രുവില് ദബാർ യാവേ, ദൈവമായ കർത്താവിന്റെ വചനം. ദബാർ യാവേ, യഹോവയായ ദൈവത്തിന്റെ വചനം. എന്നാൽ ജോണിന്റെ സുവിശേഷത്തിൽ ഗ്രീക്കാണല്ലോ സുവിശേഷം എഴുതപ്പെട്ടത്. ലോഗോസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലോഗോസ് എന്ന ഗ്രീക്ക് പദം. അപ്പോ ദബാർ യാവേ, ലോഗോസ്, ഈ 2 പദങ്ങളും കമ്പയർ ചെയ്താൽ വചനത്തെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അവതരിപ്പിച്ചിരിക്കുന്ന അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ ജോൺ 1 മുതൽ 4 വരെ പഠിക്കണമെങ്കിൽ, വചനമെന്ന ഒരു വാക്ക് മാത്രം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പോയാലേ അതിൻ്റെ മുഴുവൻ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. ഞാൻ ഇപ്പോൾ ആ സാഹസത്തിലേക്ക് പോകുന്നില്ല. നിങ്ങളെ വെളിപാട് വരെയുള്ള പുസ്തകം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഈ വചനം എന്ന പദം എന്തെല്ലാം അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതിനെന്തുമാത്രം അർത്ഥവ്യാപ്തിയാണുള്ളത്. ഒരായുഷ്കാലം മുഴുവൻ എടുത്താലും അത് മുഴുവൻ ധ്യാനിച്ച് തീരുമോ? ഇത് ചിന്തിക്കുക. ഓക്കെ, തിരിച്ചു വരാൻ നമുക്ക്. ഞാൻ 3ാമത്തെ പ്രമേയത്തെ കുറിച്ചാണ് പറഞ്ഞത്, യേശുവും ലോകവും തമ്മിലുള്ള ബന്ധം. 1ാമത് പറഞ്ഞു, അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അവനിലൂടെ, വചനത്തിലൂടെയാണ് ഈ ലോകവും സമസ്തവും സൃഷ്ടിക്കപ്പെട്ടത്. 2ാമത്തെ അർത്ഥം 1:4 പറയുന്ന അർത്ഥത്തിൽ യേശുവിൽ ഉണ്ടായിരുന്ന ജീവൻ അഥവാ വചനത്തിന്റെ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. അപ്പൊ ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, ലോകത്തിന് അവൻ വെളിച്ചമായിരുന്നു, അഥവാ വെളിപാടിന്റെ വെളിച്ചം. മനുഷ്യകുലത്തിന് ദൈവിക വെളിപാട് നൽകപ്പെട്ടത് ഈ വചനത്തിലൂടെ, വചനമായ യേശുവിലൂടെ. അതാണ് യേശുവും ലോകവും തമ്മിലുള്ള ബന്ധത്തിൽ 2ാമത്തെ ബന്ധം. അതുപോലെ 1:14 പറയുന്നു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അപ്പോൾ ഈ വചനമായ പുത്രൻ തമ്പുരാനിലൂടെയാണ് ദൈവ മഹത്വം നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. വചനമായ പുത്രൻ തമ്പുരാനിലൂടെയാണ് ദൈവ മഹത്വം നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അപ്പോൾ 14ാം വാക്യത്തിൽ, വീണ്ടും 17ാം വാക്യത്തിൽ, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു. അപ്പൊ ലോകവും വചനവും തമ്മിലുള്ള ബന്ധത്തിൽ ഈ പറഞ്ഞ അർത്ഥതലങ്ങളെല്ലാം, അവസാനം പറഞ്ഞത് വചനമായ പുത്രൻ തമ്പുരാനിലൂടെയാണ് നാം എല്ലാവരും സമൃദ്ധമായ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുന്നത്. കൃപയ്ക്കുമേൽ കൃപ എന്ന് പറയുമ്പോൾ 2 അർത്ഥത്തിൽ മനസ്സിലാക്കണം. മറ്റ് പല മാർഗങ്ങളിലൂടെ പഴയ നിയമകാലത്ത് കൃപ ലഭിച്ചിരുന്നു, പ്രത്യേകിച്ച് തോറ അല്ലെങ്കിൽ വചനത്തിലൂടെ, നിയമഗ്രന്ഥങ്ങളിലൂടെ. മോശയിലൂടെ നൽകപ്പെട്ട നിയമം ജീവനിലേക്കുള്ള മാർഗമായിരുന്നു. അപ്പോൾ ജീവൻ, വെളിച്ചം ഇവ ലഭിച്ചിരുന്നത് വചനത്തിലൂടെയാണ് പഴയ നിയമത്തിൽ. പക്ഷെ പഴയ നിയമത്തിലെ തോറായിലൂടെ ലഭിച്ചതിന് ഉപരിയായ കൃപ, അതാണ് കൃപയ്ക്കുമേൽ കൃപ. പഴയ നിയമത്തിലോ ഇതുവരെ പല മാർഗങ്ങളിലൂടെ കൃപ ലോകത്തിന് ലഭിച്ചിരുന്നെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെ പൂർണ്ണതയാണ് ആരിലൂടെ ലഭിക്കുന്നത്? യേശുവിലൂടെ ലഭിക്കുന്നത്. അതുപോലെ കൃപയുടെ സമൃദ്ധി, ഈ വ്യത്യസ്തമായ അർത്ഥതലങ്ങളുണ്ട്. കൃപ, സമൃദ്ധി, വചനമായ പുത്രൻ തമ്പുരാൻ, യേശുവും ലോകവും തമ്മിലുള്ള ബന്ധമാണ് ഈ പറഞ്ഞത്. 3ാമത്തെ കാര്യം. 4ാമത്തെ പ്രധാനപ്പെട്ട പ്രമേയം, ലോകം യേശുവിന് നൽകിയ പ്രത്യുത്തരം എന്താണ്? അതാണ് 4ാമത്തെ പ്രമേയം. ലോകം യേശുവിന് നൽകിയ പ്രത്യുത്തരം, റെസ്പോൺസ്. അനുകൂലവും പ്രതികൂലവുമായ റെസ്പോൺസ് നൽകി. ശരിയല്ലേ? അനുകൂലവും പ്രതികൂലവുമായ റെസ്പോൺസ് നൽകിയവരുണ്ട്. പ്രത്യേകിച്ച് അനുകൂലമായ റെസ്പോൺസ് നൽകിയവരാണ് 1
12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുമ്പോൾ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോ അനുകൂലമായ റെസ്പോൺസ് നൽകിയത് ഒന്ന്, അവനെ സ്വീകരിച്ചവർ, അവനിൽ വിശ്വസിച്ചവർ. അതാണ് യേശുവിന് ലോകം നൽകിയ അനുകൂലമായ പ്രത്യുത്തരം. വീണ്ടും അനുകൂലമായ പ്രത്യുത്തരമാണ് 14-ാം വാക്യത്തിൽ. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അവന്റെ മഹത്വം ദർശിച്ചവർ. അനുകൂലമായ പ്രത്യുത്തരം അവനെ സ്വീകരിച്ചവർ, വിശ്വസിച്ചവർ. അവനെ സ്വീകരിച്ചവർ, വിശ്വസിച്ചവർ ദൈവ മഹത്വം ദർശിച്ചു. അതുപോലെ 12-ാം വാക്യത്തിൽ പറയുന്നത്, അവർക്ക് ദൈവ മക്കളാകാനുള്ള വരം നൽകി. അനുകൂലമായ പ്രത്യുത്തരം നൽകിയവർക്ക് ദൈവ മക്കളാകാനുള്ള കൃപ നൽകി. അവരെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്, അവർ ജനിച്ചത് ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. അവൻ ജനിച്ചതെന്നല്ല, അവർ ജനിച്ചതെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്ലൂറൽ സെൻസിൽ തന്നെ മനുഷ്യകുലത്തെ പറയുക. അവന് അനുകൂലമായ പ്രത്യുത്തരം നൽകിയവർ, അവനെ സ്വീകരിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തവർ ജനിച്ചത് പുരുഷന്റെ ഇച്ഛയിൽ നിന്നല്ല, ശാരീരിക അഭിലാഷത്തിൽ നിന്നല്ല എന്ന് പറയുമ്പോൾ, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചത് മാനുഷിക ബന്ധത്തിലൂടെ അല്ല, വചനമായ യേശു മാംസം ധരിച്ചത്. ഇതുപോലെ നമുക്കും ദൈവ മക്കളാകാനുള്ള അവകാശം. നമുക്കൊരു ശാരീരിക ജന്മമുണ്ട്, പക്ഷെ അതിലുപരിയായി ആത്മീയ ജന്മം. ദൈവ മക്കളാകാൻ അവർ ജനിച്ചത് ദൈവത്തിൽ നിന്ന്. യേശു ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. അതുപോലെ നമുക്കും ദൈവത്തിൽ നിന്ന് ജനിക്കാനുള്ള കൃപ അവകാശം നൽകുകയാണ്. ശരിക്കിതൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് ധ്യാനിച്ചു നോക്കുക. യേശു ദൈവപുത്രനാ, അതുപോലെ നമുക്കും ദൈവമക്കളാകാനുള്ള അവകാശം നൽകുകയാണ്. വചനത്തോട് അനുകൂലമായ പ്രത്യുത്തരം നൽകുന്നവർക്ക് ദൈവമക്കളാകാം. മാത്രമല്ല, അവർക്ക് ദൈവമഹത്വം ദർശിക്കാം. അനുകൂലമായ പ്രത്യുത്തരം നൽകുന്നതിനെ കുറിച്ചാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. മുഖവുരയിലെ 4-മത്തെ പ്രമേയമാണ് വചനത്തിന് അനുകൂലമായ പ്രത്യുത്തരം നൽകിയ മനുഷ്യര്, അനുകൂലമായി നൽകിയ പ്രത്യുത്തരത്തിന്റെ ഫലങ്ങളും. അതാണ് ഈ പറഞ്ഞത്. ഇനി പ്രതികൂലമായ പ്രത്യുത്തരം നൽകിയവരോ, അത് വചനവുമായി ഈ ദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന, ഏറ്റുമുട്ടുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരാണെന്ന് 11-ാം വാക്യത്തിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അവൻ സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. 10-ാം വാക്യത്തിലും പറയുന്നു. പ്രതികൂലമായി പ്രത്യുത്തരം നൽകിയത് ആരൊക്കെയാണ്? 10-ാം വാക്യം 1:10 പറയുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. 11-ാം വാക്യത്തിൽ പറയുന്നു, അവൻ സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. അവനെ അറിഞ്ഞില്ല, അവനെ സ്വീകരിച്ചില്ല. സ്രഷ്ടാവിനെ സൃഷ്ടി സ്വീകരിച്ചില്ല എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ദൈവമക്കളാകാനുള്ള കൃപ നഷ്ടപ്പെടും. ദൈവ മക്കളാകാനുള്ള കൃപ നഷ്ടപ്പെടും. അന്ധകാരം അവരെ മൂടും. ദൈവത്തെ ദർശിക്കാൻ, ദൈവ മഹത്വം ദർശിക്കാൻ അവർക്ക് കഴിയുകയില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇരുളിൽ പ്രകാശിക്കുന്ന വചനം, ഇരുളിനെ കീഴടക്കുന്ന വചനം. ഇരുളിന് വെളിച്ചത്തെ കീഴടക്കാൻ കഴിയില്ല. വെളിച്ചമുണ്ടായാൽ ഇരുള് തനിയെ അപ്രത്യക്ഷമാകും. വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ഇരുള്.
ദൈവിക വെളിപാടിന് മനുഷ്യൻ കൊടുക്കുന്ന പ്രത്യുത്തരമാണല്ലോ വിശ്വാസം. അപ്പൊ വിശ്വാസം ഉള്ളവര് തിന്മയെ കീഴടക്കും. തിരിച്ചായാലോ? ഇതെല്ലാം ശിഷ്യത്വത്തിന് നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയെന്നും കൂടെ ചിന്തിച്ചോണം. ആ ശിഷ്യത്വത്തെ കുറിച്ചുള്ള ഒരു പ്രമേയത്തിലേക്ക് നമ്മൾ അവസാനം വരും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായ സന്ദേശങ്ങളാണ് ശിഷ്യത്വത്തിന് നൽകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലെ മുഖവുരയിലെ 6ാമത്തെ പ്രമേയം, സ്നാപക യോഹന്നാൻ. മറ്റു സുവിശേഷങ്ങളിൽ സ്നാപക യോഹന്നാനെ അവതരിപ്പിച്ചിരിക്കുന്നത് മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യത്തിലേക്ക് അനുതപിച്ച് ദൈവരാജ്യത്തിലേക്ക് തിരിയുവാൻ, ദൈവഭരണത്തിലേക്ക് തിരിയുവാൻ. ഇതായിരുന്നു യോഹന്നാന്റെ ദൗത്യം. അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം. ആ അനുതാപത്തിന്റെ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടാണ് യോഹന്നാൻ വന്നത്. എന്നാൽ ജോണിന്റെ സുവിശേഷത്തില് യോഹന്നാന്റെ ചിത്രം വളരെ വ്യത്യസ്തമാണ്. മുഖവുരയില് യോഹന്നാനെ കുറിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത് 6-7 വാക്യങ്ങൾ, 15-ാം വാക്യം. ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന യോഹന്നാൻ ആരാണ്? അവൻ വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവൻ. അവൻ വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവൻ. അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. വെളിച്ചം ആരാണ്? വചനമായ യേശു. അപ്പോൾ അവൻ യേശുവിന് സാക്ഷ്യം നൽകാൻ വന്നവൻ, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ. അവൻ വഴി സകലരും വചന വെളിച്ചത്തിൽ യേശുവിൽ വിശ്വാസമർപ്പിക്കാൻ. 1:15 പറഞ്ഞത്, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. നോക്കുക, സ്നാപക യോഹന്നാൻ യേശുവിനെ അവതരിപ്പിക്കുന്നത്. യോഹന്നാൻ യേശുവിലേക്ക് വിരൽ ചൂണ്ടുക മാത്രമല്ല, അവൻ തന്നെക്കാൾ വലിയവനാണെന്നും അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അതായത് ഇതുവരെയുള്ള ദൈവകൃപാ മാർഗങ്ങളെക്കാൾ കൂടുതലായി. പഴയ നിയമത്തിലൂടെ ജീവനിലേക്ക്, കൃപയിലേക്കുള്ള മാർഗം തുറന്നിട്ടുണ്ട്, വചനം പാലിച്ചുകൊണ്ട്, നിയമമനുസരിച്ച് ജീവിച്ചുകൊണ്ട്. പക്ഷേ ഇവിടെയോ പഴയ നിയമത്തിൽ ലഭിച്ചതുപോലെയല്ല, കൃപയ്ക്കുമേൽ കൃപ. ഇതുവരെ ലഭിച്ചിട്ടുള്ള കൃപാമാർഗങ്ങളിൽ ഒന്നും തന്നെ ഇതിനോട് തുലനം ചെയ്യാൻ പറ്റില്ല. അതിലെല്ലാം ഉപരിയായ കൃപ, മാത്രമല്ല സമൃദ്ധമായ കൃപ. കൃപയ്ക്കുമേൽ കൃപ എന്ന് പറയുമ്പോൾ 2 അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു. ഇതുവരെ കൃപ ലഭിക്കുവാനുള്ള മാർഗങ്ങളെല്ലാം എടുത്താലും അതിലെല്ലാം ഉപരിയായ കൃപ യേശുവിലൂടെ ലഭിച്ചത്. രണ്ടാമത് സമൃദ്ധമായ കൃപ, അളവില്ലാത്ത കൃപ. നമ്മുടെ 6ാമത്തെ പ്രമേയം സ്നാപക യോഹന്നാനെ കുറിച്ചായിരുന്നു. 7ാമത്തെ പ്രമേയം ശിഷ്യത്വം. ശിഷ്യത്വം എന്ന ആശയം പ്രകടമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല. പക്ഷേ വചനത്തിന് അനുകൂലവും പ്രതികൂലവുമായ പ്രത്യുത്തരം നൽകിയവരും സ്നാപക യോഹന്നാനും. ഇത് രണ്ടുമാണ് ഇവിടെ ശിഷ്യത്വത്തിന് നമുക്ക് മാതൃകയായി നിലകൊള്ളുന്നത്. ശിഷ്യത്വം എന്ന ആശയം ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല. ഇത് പ്രലോഗ് കഴിഞ്ഞിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ മുഖവുരയില് സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട തീംസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ശിഷ്യത്വം ജോണിന്റെ സുവിശേഷത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ്. ശിഷ്യത്വത്തെ കുറിച്ച് മുഖവുരയിൽ പ്രത്യേകിച്ചെടുത്തു പറഞ്ഞില്ല. എന്നാൽ ശിഷ്യത്വത്തിന്റെ പ്രതീകമാണ് വചനത്തിന് അനുകൂലമായി പ്രത്യുത്തരം നൽകിയവർ. യഥാർത്ഥ ശിഷ്യത്വം സകലരും ദൈവമഹത്വം ദർശിക്കുന്നതിന് ഹേതുവാകും. മാത്രമല്ല
സകലരെയും അവന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിന് ഹേതുവാകും. സ്നാപക യോഹന്നാൻ നൽകുന്ന മാതൃക അനുസരിച്ച് ആരാണ് ശിഷ്യർ? ദൈവത്തിന്റെ വെളിപാട് സ്വീകരിച്ച് സാക്ഷ്യപ്പെടുത്തുന്നവർ. ദൈവത്തിന്റെ വെളിപാട് സ്വീകരിച്ച് സാക്ഷ്യപ്പെടുത്തുന്നവർ. ഈ സാക്ഷ്യത്തിലൂടെ അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കും, സകലരെയും വിശ്വാസത്തിലേക്ക് നയിക്കും. ശിഷ്യത്വത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം യോഹന്നാൻ 1:18. യേശു തമ്പുരാൻ, വചനമായ പുത്രൻ തമ്പുരാൻ പിതാവുമായി ഗാഢബന്ധം പുലർത്തിയതുപോലെ ദൈവവുമായി ഗാഢബന്ധത്തിലാകുവാൻ, ഒരിക്കലും വേർപെടുത്താനാകാത്ത ഗാഢ ഐക്യത്തിലായിരിക്കണം ക്രിസ്തു ശിഷ്യൻ. ആ ഗാഢ ഐക്യത്തിലായിരുന്നാൽ മാത്രമേ ക്രിസ്തുവിനെ ലോകത്തിന് വേണ്ട വിധത്തിൽ വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കൂ. യേശു പരമപിതാവുമായുള്ള ഗാഢമായ ഐക്യത്തിൽ ജീവിച്ചതുപോലെ നമ്മൾ യേശുവുമായുള്ള ഗാഢ ഐക്യത്തിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നത് എന്തിനു വേണ്ടി? ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവം തന്നെയായ ദൈവത്തിൻ്റെ ഏകജാതനാണ് അവനെ വെളിപ്പെടുത്തിയത്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടത്തെ വെളിപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ ക്രിസ്തു ശിഷ്യരോ ഇതുപോലെ യേശു പിതാവിനോട് ഗാഢബന്ധം പുലർത്തിയതുപോലെ ഗാഢ ഐക്യത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. ഇതാണ് ക്രിസ്തു ശിഷ്യന്റെ ധർമ്മം. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സുവിശേഷത്തിന്റെ മുഖവുര നമുക്ക് നൽകുന്നത്. ഞാൻ മുഖവുരയിൽ പറഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ കൂടെ എടുത്തു പറഞ്ഞിരുന്നു. അതും സുവിശേഷത്തിലുടനീളം ചിന്താ വിഷയമാക്കേണ്ട കാര്യമാണ്. ഒന്ന്, സുവിശേഷത്തിന്റെ ഗ്രന്ഥകർത്താവായ യോഹന്നാൻ ശ്ലീഹ. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, യേശുവിനെ സ്നേഹിച്ച ശിഷ്യൻ. അല്ലേ? യേശു സ്നേഹിച്ചിരുന്നവനും യേശുവിനെ സ്നേഹിച്ചവനും. അപ്പോൾ അത് നമുക്ക് നൽകുന്ന സന്ദേശമോ? ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാകുക. ടു ലവ് ഹിം ആൻഡ് ടു ബി ലവ്ഡ് ബൈ ഹിം. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരായി മാറുക. ഒരു കാര്യം കൂടെ, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ സിംബൽ കഴുകനാണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ സിംബലായിട്ട് കഴുകനെ അവതരിപ്പിച്ചിരിക്കുന്നത്? ഒന്ന്, കഴുകൻ ഉയർന്നു പറക്കുന്നത് പോലെ ദൈവത്തെക്കുറിച്ചുള്ള ഉയർന്ന ഉൾക്കാഴ്ചകൾ, ഉന്നതമായ ദൈവശാസ്ത്ര ചിന്തകളാണ് ഈ സുവിശേഷം പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തിന് കഴുകനെ സിംബലായി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് കഴുകനെ ഈ സുവിശേഷത്തിന്റെ സിംബലായി എടുക്കുന്നു? ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള ഉന്നതമായ ദർശനങ്ങൾ, ഉയർന്ന ചിന്തകൾ, അതായത് ഉന്നതമായ ഉയർന്ന ദൈവശാസ്ത്ര ചിന്തകളാണ് ഈ സുവിശേഷത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് കഴുകൻ. രണ്ടാമതായിട്ട്, കഴുകന് സൂര്യനെ നോക്കാനുള്ള കഴിവുണ്ട്. കഴുകന്റെ കണ്ണുകൾക്ക് സൂര്യനിൽ ദൃഷ്ടി ഉറപ്പിക്കാൻ കഴിയും. അതുപോലെ ക്രിസ്തു ശിഷ്യർക്ക് ദൈവത്തിൽ ദൃഷ്ടി ഉറപ്പിക്കാൻ കഴിയണം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ധ്യാനാത്മക ജീവിത പാതയിലൂടെ ദൈവത്തിൽ ദൃഷ്ടി ഉറപ്പിക്കാൻ യോഹന്നാൻ ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ശ്ലീഹായുടെ സുവിശേഷം മുന്നോട്ട് പഠന വിഷയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും ആഴത്തിൽ ധ്യാനിച്ചറിയാൻ, ധ്യാനാത്മക ജീവിത പാതയിലൂടെ ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ ആരഞ്ഞറിയാനും ദർശിക്കാനും
യോഹന്നാൻ ശ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കോണ്ടംപ്ലേഷൻ, അവനിൽ ദൃഷ്ടി ഉറപ്പിക്കാൻ, നീതി സൂര്യനായ ക്രിസ്തുവിൽ ദൃഷ്ടി ഉറപ്പിക്കാൻ. സൂര്യനെ നോക്കാൻ ആർക്കും സാധിക്കത്തില്ല, അല്ലെ? നല്ല പ്രകാശമുള്ള സമയത്ത് ആ സൂര്യന്റെ രശ്മികളിലേക്ക് നമുക്ക് നോക്കാൻ പറ്റില്ല. പക്ഷെ കഴുകന് ഉയർന്നു പറക്കാം, സൂര്യനെ നോക്കുകയും ചെയ്യാം. ഇതുപോലെയാണ് ഹൈ കോണ്ടംപ്ലേഷൻ, ഹയർ ലെവൽ ഓഫ് കോണ്ടംപ്ലേഷൻ. ജോണിന്റെ സുവിശേഷത്തിൽ നൽകുന്നത് ഈ ഹയർ ലെവൽ ഓഫ് കോണ്ടംപ്ലേഷനിലേക്കുള്ള വഴിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ സ്നേഹത്തിൽ കർത്താവിന്റെ മാറോട് ചാരിക്കടന്നുകൊണ്ട് അവന്റെ ഹൃദയസ്പന്ദനങ്ങൾ പോലും ഒപ്പിയെടുക്കാൻ ഈ കോണ്ടംപ്ലേഷൻ ഇപ്രകാരം ധ്യാനാത്മക മാർഗത്തിലൂടെ ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കുന്നത് മാത്രമല്ല, യോഹന്നാൻ ശ്ലീഹ നമ്മെ നയിക്കുന്നത് സ്നേഹത്തിൽ കർത്താവിന്റെ മാറോട് ചാരിക്കിടന്ന് അവന്റെ ഹൃദയസ്പന്ദനങ്ങൾ പോലും ഒപ്പിയെടുത്ത് നിറവേറ്റാൻ, അങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെടുന്നവരുമായി മാറുക. യേശുവിന്റെ മാറോട് ചാരിക്കിടന്ന് അവന്റെ ഹൃദയസ്പന്ദനങ്ങൾ പോലും ഒപ്പിയെടുത്ത് നിറവേറ്റാൻ, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരുമാകുക. ഈ സന്ദേശങ്ങൾ നമുക്ക് കൈമാറാനാണ് ഈ സുവിശേഷത്തിന് സഭാപിതാക്കന്മാരൊക്കെ കഴുകന്റെ പ്രതീകം, കഴുകനെ സിംബലായിട്ട് നൽകിയിരിക്കുന്നത്. ജോണിന്റെ സുവിശേഷത്തിന്റെ മുഖവുരെ പ്രലോഗിനെ പഠിപ്പിച്ചത്, അതിൽ നമ്മൾ ചിന്താ വിഷയമാക്കിയ കാര്യങ്ങൾ, ധ്യാന വിഷയമാക്കിയ കാര്യങ്ങൾ ഞാൻ സംഗ്രഹിക്കുകയായിരുന്നു. സുവിശേഷത്തിൽ മുന്നോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ പഠിക്കുന്ന ഓരോ ഭാഗവും സംഗ്രഹിച്ച് ധ്യാനിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കൃപ അതിനായി ഏവർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് 1-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് അടയാളങ്ങളുടെ പുസ്തകത്തിന്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അടയാളങ്ങളുടെ പുസ്തകം 1:19 മുതൽ 12:50 വരെയുള്ള വാക്യങ്ങൾ. ഈ അധ്യായങ്ങളിൽ ഒന്നാമതായിട്ട് സ്നാപക യോഹന്നാന്റെ സാക്ഷ്യത്തെ കുറിച്ചാണ് പറയുന്നത്. യേശുവിന് സ്നാപക യോഹന്നാൻ നൽകുന്ന സാക്ഷ്യം 1:19 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു. ജെറുസലേമിൽ നിന്ന് പുരോഹിതരെയും ലേവ്യരെയുമാണ് അയച്ചത്. അപ്പോൾ അധികാരമുള്ള ഒരു സംഘമാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് സ്നാപക യോഹന്നാൻ സ്നാനം നൽകുന്നു, അവൻ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു, സ്നാനം നൽകുന്നു, ഇത് അന്വേഷിക്കാൻ അന്വേഷണ സംഘത്തെ അയച്ചതാണ്. നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചു. അപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു, ഞാൻ ക്രിസ്തുവല്ല. അപ്പോൾ യോഹന്നാൻ ആദ്യം താൻ ആരല്ല എന്നാണ് പറയുന്നത്. താൻ ആരല്ല, ഞാൻ ക്രിസ്തുവല്ല. അവൻ അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു, ഒരു സംശയവും കൂടാതെ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്, ഏലിയായോ? അവൻ പറഞ്ഞു, അല്ല. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ വീണ്ടും മറുപടി പറഞ്ഞു. അങ്ങനെയെങ്കിൽ പിന്നെ നീ ആരാ? അവർ പല ചോദ്യം ചോദിച്ചു, എല്ലാത്തിനും അല്ല 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 എന്ന് മറുപടി. ആരാണെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം? അപ്പോൾ വീണ്ടും വ്യക്തമാകുന്നു, ഇവർ അധികാരപൂർവം വന്നവരാണ്, അയക്കപ്പെട്ടവരാണ്. യോഹന്നാൻ ആരാണ്, അവൻ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് അന്വേഷിച്ചിട്ട് ചെല്ലുവാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങളെ അയച്ചവരുടെ അടുക്കൽ പോയി ഞങ്ങൾ എന്തു മറുപടി നൽകണം? നിന്നെ കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? അപ്പോൾ അവൻ പറഞ്ഞു, യേശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ
കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. യെശയ്യാ 40:3, 40-ാം അധ്യായം 3-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ പറയുന്നത്, യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. അപ്പൊ സ്നാപക യോഹന്നാന് താൻ ആരല്ല എന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അതുപോലെ താൻ ആരാണ് എന്ന ബോധ്യവും ഉണ്ട്. ക്രിസ്തു ശിഷ്യർക്ക് താൻ ആരല്ലെന്നറിയണം, താൻ ആരാണ്, എന്തിനു വേണ്ടി വന്നു എന്നതും അറിയണം. വ്യക്തമായ സ്വയാവബോധം വേണം. അപ്പൊ സ്നാപക യോഹന്നാന്റെ ഈ ഉദാഹരണം നമുക്ക് ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും നൽകുന്നുണ്ട്. അപ്പോൾ കർത്താവിന് വഴിയൊരുക്കാൻ വന്നവൻ അവന്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ശബ്ദം ആരാണ്? വചനമായ പുത്രൻ തമ്പുരാനാണ്. നിത്യവചനമാണ് ദൈവത്തിന്റെ യഥാർത്ഥ ശബ്ദം. സ്നാപക യോഹന്നാൻ ആ വചനത്തിന് വേണ്ടി അല്പകാലം സാക്ഷ്യം നൽകാൻ വന്നവൻ, അവന്റെ ശബ്ദമാകാൻ വന്നവൻ. ക്രിസ്തുവാണ് ദൈവത്തിന്റെ യഥാർത്ഥ ശബ്ദം. നമ്മൾ ഓരോരുത്തരും മറ്റൊരു ക്രിസ്തുവാകാൻ. യേശു ദൈവത്തിന്റെ നിത്യവചനമാണ്. എന്നും അവന്റെ വചനം യുഗയുഗങ്ങളോളം യുഗാന്ത്യം വരെ മുഴങ്ങും അവന്റെ സ്വരം. പക്ഷെ നമ്മുടെയൊക്കെ ശബ്ദമോ ഒരു ചെറിയ കാലം, ഈ താൽക്കാലിക കാലയളവിൽ നമുക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അല്പകാലത്തേക്ക്. സ്നാപക യോഹന്നാൻ അങ്ങനെയാണ്, അല്പകാലത്തേക്ക് ദൈവത്തിന്റെ ശബ്ദമാകാൻ വന്നവൻ, വചനമായ പുത്രൻ തമ്പുരാന് വഴിയൊരുക്കാൻ വന്നവൻ. ഇന്ന് നമ്മളെക്കുറിച്ച് പറഞ്ഞാലോ, നിത്യവചനമായ പുത്രൻ തമ്പുരാന്റെ മഹത്വപൂർണമായ ആഗമനത്തിന് വഴിയൊരുക്കേണ്ടവരാണ് നമ്മൾ, അവന്റെ പുനരാഗമനത്തിന്. ഈ ബോധ്യം നമുക്കുണ്ടോ? അല്പകാലമേ നമുക്ക് നൽകിയിട്ടുള്ളൂ. ആ കാലം നാളെ നമുക്കുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് ഇന്ന് ഉണർന്ന് സുബോധമുള്ളവരായി അവന് സാക്ഷ്യം നൽകേണ്ടവരാണ്. പിതാവായ ദൈവത്തിന്റെ ശബ്ദമായ പുത്രൻ തമ്പുരാൻ, ആ പുത്രൻ തമ്പുരാന്റെ ശബ്ദമാകാൻ അയക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന സത്യം വിസ്മരിക്കരുത്. 24-ാം വാക്യം മുതൽ ഫരിസേയരാണ് അവരെ അയച്ചത്. ആരെ? യഹൂദരും പുരോഹിതന്മാരും. ജെറുസലേമിൽ നിന്ന് വന്ന യഹൂദരും പുരോഹിതന്മാരും അവരെ അയച്ചത് ഫരിസേയരാണ്. അവർ അവനോട് വീണ്ടും ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? അപ്പൊ ഞങ്ങളെ അയച്ചവർക്ക് എന്തുത്തരം നൽകണമെന്ന് ചോദിച്ചപ്പോൾ സ്നാപക യോഹന്നാൻ മറുപടി കൊടുത്തു. പക്ഷേ അടുത്തവർ വീണ്ടും ചോദിക്കുന്നു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെന്തിന് സ്നാനം നൽകുന്നു? അപ്പോൾ യോഹന്നാന്റെ മറുപടി, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. യോഹന്നാൻ 1:10 പറഞ്ഞു, അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ ലോകത്തിലുണ്ടായിരുന്നു, പക്ഷേ ലോകം അവനെ അറിഞ്ഞില്ല. അത് വചനമായ പുത്രൻ തമ്പുരാന്റെ ലോകത്തിലുള്ള നിരന്തര സാന്നിധ്യം. അനാദി മുതലേ ഉണ്ടല്ലോ അവന്റെ സാന്നിധ്യം. ഇവിടെ പറയുന്നത്, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്, എന്റെ പിന്നാലെ വരുന്ന അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. മാത്യുവിന്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, യേശു സ്നാപക യോഹന്നാന്റെ അടുത്ത് സ്നാനം സ്വീകരിക്കാൻ വന്നപ്പോൾ, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കാനിരിക്കെ നീ എന്റെ പക്കലേക്ക് വരുന്നോ എന്ന്. അപ്പൊ യോഹന്നാൻ അറിയാമായിരുന്നു ക്രിസ്തു ലോകത്തിൽ വന്നിട്ടുണ്ട്, അവനുണ്ട് എന്ന്.
അവന് സാക്ഷ്യം നൽകിക്കൊണ്ടാണ് ഇവൻ വിളിച്ചു പറയുന്നത്. ആ വെളിപാടിനെ കുറിച്ച് അതെങ്ങനെ ഈ സ്നാപക യോഹന്നാന് കിട്ടി? ഇത്രയും വെളിപാട് ആര് കൊടുത്തു? അവന്റെ താപസ ജീവിതത്തിലൂടെ, നിരന്തര പ്രാർത്ഥനാ ധ്യാനത്തിലൂടെ, മരുഭൂമിയിൽ വിജനസ്ഥലത്ത് അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു. അവന്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് മൗനത്തിന്റെയും ഏകാന്തതയുടെയും ഹൃദയ നിശബ്ദതയിലെ നിരന്തര ധ്യാനമായിരുന്നു. ആ ധ്യാന അരൂപിയിൽ അവന് ലഭിച്ചതാണ് ഈ ദർശനം. അതാണ് അവൻ വിളിച്ചു പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, താൻ ആരല്ലെന്ന് അവൻ അറിയാമായിരുന്നു, താൻ ആരാണെന്നറിയാമായിരുന്നു. അതോടൊപ്പം അവൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എന്റെ പിന്നാലെ വരുന്ന അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാന്റെ അക്കരെ ബഥാനിയായിലാണ് ഇത് സംഭവിച്ചത്. അപ്പൊ എന്റെ പിന്നാലെ വരുന്നവൻ ആത്മാവിനാൽ സ്നാനം നൽകുന്നവനാണ്. അത് താഴെ വീണ്ടും എടുത്തു പറയുന്നുണ്ട് യോഹന്നാൻ. യോഹന്നാൻ യേശുവിനെ കുറിച്ച് നൽകുന്ന വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തുടർന്നു വരുന്ന വാക്യങ്ങളിലൂടെ മനസ്സിലാക്കാം. ഇതുവരെ യോഹന്നാൻ യേശുവിനെ കുറിച്ച് നൽകിയ വെളിപ്പെടുത്തലുകളുണ്ട്. അത് യോഹന്നാൻ യേശുവിനെ കുറിച്ച് നൽകിയ വെളിപ്പെടുത്തലിന്റെ ഏറ്റവും ക്ലൈമാക്സ് ആണ് 1:29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഇതുവരെയും സാക്ഷ്യം നൽകി, പക്ഷേ ഇനി നൽകാൻ പോകുന്നതാണ് അതിൻ്റെ പൂർണ്ണത. 1:29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. അപ്പോൾ യേശുവിനെ കുറിച്ച് യോഹന്നാൻ നൽകുന്ന സാക്ഷ്യം, ഒന്നാമതായിട്ട് യേശു ദൈവത്തിന്റെ കുഞ്ഞാടാണ്. രണ്ടാമതായിട്ട് അവൻ അനാദി മുതലേ ഉള്ളതാണ്. അത് യോഹന്നാൻ ശ്ലീഹായും നൽകുന്നു. ഈ സ്നാപക യോഹന്നാന് മുമ്പേ ഉള്ളവനെന്ന് യോഹന്നാൻ പറഞ്ഞു. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു അനാദിയിലെ ഉള്ളവനാണെന്ന്. അപ്പോൾ അനാദിയിലെ ഉള്ളവനാണ്. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവനാണ്. നാലാമതായിട്ട് ദൈവപുത്രനാണ്. ഇതുവരെ വെളിപ്പെടുത്തപ്പെട്ടത് ഇത്രയുമാണ്. യേശു ദൈവത്തിന്റെ കുഞ്ഞാടാണ്, അനാദി മുതലേ ഉള്ളവനാണെന്ന് നേരത്തെ കണ്ടു. പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവനെന്ന് പറഞ്ഞു. ദൈവപുത്രനാണ്. സ്നാപക യോഹന്നാൻ നൽകുന്ന ഈ സാക്ഷ്യത്തിലെ ഓരോ വാക്കുകൾക്കും വളരെ ആഴമായ അർത്ഥതലങ്ങളുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട വാചകങ്ങൾ ഒന്ന് ധ്യാന വിഷയമാക്കാം. ആദ്യം, യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആദ്യത്തേത് ലോകത്തിന്റെ പാപം നീക്കുന്നവൻ. രണ്ടാമത്തേത് ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപം നീക്കുന്നവൻ എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു. ഒന്ന്, ലോകം. ലോകത്തിന്റെ മൂന്ന് അർത്ഥതലങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ലോകമെന്ന പദം ജോണിൽ 3 അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, സൃഷ്ടപ്രപഞ്ചത്തെ സൂചിപ്പിക്കുവാൻ. 2, മനുഷ്യകുലത്തെ. 3, അവിശ്വസിക്കുന്ന ലോകം. ലോകത്തിന്റെ
പാപം നീക്കുന്ന. അപ്പൊ ഇവിടെ ലോകം എന്നത് ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? പാപം, പാപപങ്കിലമായ ലോകം. എന്താണ് പാപം? ജോണിന്റെ സുവിശേഷത്തിൽ പാപത്തെക്കുറിച്ച് നമുക്ക് പല കാര്യങ്ങൾ പറയാം, ബൈബിളിൽ പറഞ്ഞേക്കുന്നതനുസരിച്ച്. ആ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ജോണിന്റെ സുവിശേഷത്തിൽ പാപം എന്നത് സിംഗുലർ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഏകവചന രൂപത്തിൽ. യഥാർത്ഥത്തിൽ 17-ലധികം പ്രാവശ്യം പാപമെന്ന് എന്ന പദം ജോണിന്റെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതില് 14 പ്രാവശ്യവും ഏകവചന രൂപത്തിൽ സിംഗുലർ സെൻ, ദ സിൻ എന്ന അർത്ഥത്തിൽ. എന്താണ് ദ സിൻ അല്ലെങ്കിൽ പാപം? ജോണിന്റെ സുവിശേഷത്തിൽ യേശുവിൽ വിശ്വസിക്കാതിരിക്കുക, ദൈവത്തിലുള്ള അവിശ്വാസം. യേശുവിനെ വിശ്വസിക്കാതിരിക്കുമ്പോൾ പിതാവിനെയും വിശ്വസിക്കുന്നില്ല. അപ്പൊ ദൈവത്തോടുള്ള അവിശ്വാസം, യേശുവിനോടുള്ള അവിശ്വാസം, അതുവഴി പിതാവായ ദൈവത്തോട് അവിശ്വാസം എന്ന ഏക അടിസ്ഥാന പാപമാണ് ജോണിന്റെ സുവിശേഷത്തിൽ എടുത്തു പറയുന്നത്. ഇനി എന്താണ് ഈ അവിശ്വസിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പാപം, അവിശ്വസിക്കുക എന്ന പാപം വഴി സംഭവിക്കുന്നത്. ഇവിടെ അവിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ജീവിത ലക്ഷ്യം തെറ്റുക, ജീവിത ലക്ഷ്യം തെറ്റുക, ദൈവത്തിൽ നിന്ന് അകലുക. ദൈവമല്ലേ ജീവിത ലക്ഷ്യം? ലക്ഷ്യം തെറ്റുക, ലക്ഷ്യത്തിൽ നിന്ന് ദൃഷ്ടി അകലുക. നമ്മുടെ ജീവിത ലക്ഷ്യം ദൈവമാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കുക നമ്മുടെ ധർമ്മമാണ്. അപ്പോൾ ഒരു വ്യക്തി അവിശ്വസിക്കുകയാണെങ്കിൽ അവന്റെ ലക്ഷ്യം തെറ്റി, അവന്റെ ദൃഷ്ടി ദൈവത്തിൽ നിന്ന് മാറി, ദൈവത്തിൽ നിന്ന് അവനകന്നു. പാപം, അവിശ്വാസം എന്ന പാപത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് ജോണിന്റെ സുവിശേഷത്തിൽ. ഇനി അവിശ്വാസം എന്ന് പറഞ്ഞതാണ് ലക്ഷ്യം തെറ്റുക, ദൈവത്തിൽ നിന്ന് അകലുക എന്നൊക്കെ പറയുന്നത്. എന്നാൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാലോ, ജോണിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നത് ക്രിയാരൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. ജോണിന്റെ സുവിശേഷത്തിൽ നാമരൂപത്തിൽ നൗണായിട്ട് വിശ്വസിക്കുക എന്നത് പറഞ്ഞിട്ടില്ല. നൗണായിട്ട് വിശ്വസിക്കുക എന്നത് പറയുമ്പോൾ വിശ്വാസത്തിന്റെ ഉള്ളടക്കത്തിനാണ് പ്രാധാന്യം. നമ്മൾ സുവിശേഷത്തിന്റെ നാമരൂപം പറഞ്ഞു, ക്രിയാരൂപം പറഞ്ഞു. നാമരൂപമാകുമ്പോൾ സുവിശേഷത്തിന്റെ ഉള്ളടക്കത്തിനും അതിന്റെ ശക്തിക്കുമാണ് പ്രാധാന്യം. അത് യേശുവാണെന്ന് കണ്ടു. അതുപോലെ വിശ്വാസം നാമരൂപത്തിൽ അവതരിപ്പിച്ചാൽ വിശ്വാസത്തിന്റെ വിഷയം ദൈവം, യേശു. വിശ്വസിക്കേണ്ട കാര്യം എന്താണോ ആ കണ്ടന്റ് ഓഫ് ഫെയ്ത്ത് ആണ്. കണ്ടന്റ് ഓഫ് ഫെയ്ത്തിന് പ്രാധാന്യം നൽകുമ്പോൾ അത് നാമരൂപത്തിൽ അവതരിപ്പിക്കണം. എന്നാൽ ഗ്രീക്കില് ജോണിന്റെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ ക്രിയാരൂപത്തിലാണ്. അതായത് വിശ്വസിക്കുക എന്ന പ്രവൃത്തി, വിശ്വാസത്തിന്റെ ഉള്ളടക്കത്തിനല്ല, വിശ്വസിക്കുക എന്ന പ്രവൃത്തി. ഈ വിശ്വാസം യേശുവിലേക്കുള്ള ഒരു യാത്രയാണ്. യേശു എന്ന വ്യക്തിയിലേക്കുള്ള ഒരു ക്രിയാത്മകമായ, ചലനാത്മകമായ യാത്രയാണ്. അത് ഇപ്പം നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ആ ദൈവം ഉണ്ടെന്ന് അംഗീകരിക്കുക, വിശ്വാസമാണ് അല്ലേ? പക്ഷെ അതാണോ? അതുപോലെ ദൈവത്തിന്റെ നാമത്തിൽ പല കാര്യങ്ങളൊക്കെ ചെയ്തു നടക്കുകയും ചെയ്യാം. ഇവിടെങ്ങും ഈ വിശ്വാസത്തിൽ യേശുവുമായുള്ള ഗാഢമായ ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കപ്പെടുന്നില്ല. ജോണിന്റെ സുവിശേഷത്തിൽ ഗാഢമായ വ്യക്തിബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. യേശുവിനോടുള്ള ആ ഗാഢ ഐക്യമെന്ന് പറഞ്ഞില്ലേ, പുത്രൻ പിതാവിനോടുണ്ടായിരുന്നത് പോലെ അൺബ്രോക്കൺ ഫെലോഷിപ്പ്, പിതാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് വന്നവൻ, പിതാവുമായി ഗാഢ ഐക്യം പുലർത്തുന്നവൻ. ആ ഗാഢ ബന്ധം
ആ ഗാഠബന്ധത്തിലേക്കുള്ള വളർച്ചയാണ് വിശ്വാസം. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന എന്ന വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചേക്കുന്ന പദത്തിന്റെ അർത്ഥം വേരോടെ പിഴുതു മാറ്റുന്ന എന്നർത്ഥം. റൂട്ട് ഔട്ട്, ടു റൂട്ട് ഔട്ട്. പാപത്തെ വേരോടെ പിഴുതു മാറ്റുന്ന, പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്താണ് ഇവിടെ കുഞ്ഞാട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇവിടെ കുഞ്ഞാട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കുഞ്ഞാട് അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ അവിടെ മുള്ളുകൾക്കിടയിൽ കിടന്ന ഒരു കുഞ്ഞാടിനെ കണ്ടു. അതുപോലെ പെസഹ കുഞ്ഞാട്, പുറപ്പാട് പുസ്തകത്തിൽ പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പെസഹ കുഞ്ഞാടിനെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പെസഹ അർപ്പിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ പഴയ നിയമ പശ്ചാത്തലത്തിൽ കുഞ്ഞാടിനെ റെഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ പെസഹ കുഞ്ഞാടായിട്ട് അവതരിപ്പിക്കുന്നു. നമ്മൾ മാത്യുവിന്റെ സുവിശേഷത്തിൽ നിന്ന് കണ്ടതാണ്. യേശുവിനെ പെസഹ കുഞ്ഞാടായിട്ട് അവതരിപ്പിക്കുന്നു. യേശുവാണ് യഥാർത്ഥ പെസഹ കുഞ്ഞാട്. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞാടിന്റെ പ്രത്യേകത എന്തെന്ന്. അവൻ എന്നേക്കുമായി ഏക ബലി അർപ്പിച്ചു എന്ന. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന്റെ ബലിയിൽ കാണുന്നത് എന്താണ്? അബ്രഹാം മുള്ളുകൾക്കിടയിൽ കുരുങ്ങിക്കിടന്ന ആടിനെ എടുത്ത് ബലിയർപ്പിച്ചു തൻ്റെ മകന് പകരം. അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിച്ചു. പുറപ്പാട് പുസ്തകം 12:13 പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെസഹ അർപ്പിക്കുന്ന പശ്ചാത്തലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ ഈ പെസഹ കുഞ്ഞാട് യേശുവാണ്. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു അവൻ എന്നേക്കുമായി ഏക ബലി അർപ്പിച്ചു. യേശു പെസഹ കുഞ്ഞാടാകുമ്പോൾ അവൻ എന്നേക്കുമായി ഏക ബലി അർപ്പിച്ചു. പഴയ ഇസ്രായേൽ പെസഹ കുഞ്ഞാടിനെ ബലി അർപ്പിച്ചിരുന്നത് ഓരോ വർഷവും ജനങ്ങളുടെ പാപം പരിഹരിക്കുന്നതിന് പാപപരിഹാര ബലിയായിട്ടാണ് പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിച്ചിരുന്നത്. പുറപ്പാട് സംഭവത്തെ അനുസ്മരിക്കാൻ സംഹാര ദൂതൻ അവരെ കടന്നു പോയതും സംരക്ഷണം ലഭിച്ചതും ഓർക്കാൻ. എന്നാൽ മോശ പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിച്ചതുപോലെ അല്ല പുതിയ മോശയായ യേശു പെസഹ കുഞ്ഞാടിനെ അർപ്പിച്ചത്. യേശു സ്വയം ബലി വസ്തുവും ബലി അർപ്പകനുമായി മാറി. ആ ബലി എന്നും അർപ്പിക്കണ്ട, വീണ്ടും വീണ്ടും അർപ്പിച്ചുകൊണ്ടിരിക്കണ്ട. അവൻ എന്നേക്കുമായി ഏക ബലി അർപ്പിച്ചു. ഈ ഏക ബലി അർപ്പണത്തിലൂടെ ലോകത്തിന്റെ പാപം വേരോടെ പിഴുതു മാറ്റി. യേശുവിലൂടെ മനുഷ്യനെ ദൈവത്തോട് എന്നേക്കുമായി ഗാഢബന്ധത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുന്ന ഒറ്റൊരു വാചകത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. വീണ്ടും 1-2 അർത്ഥതലങ്ങൾ കൂടെ. അപ്പൊ യേശു ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. അങ്ങനെയെങ്കിൽ നമുക്കെങ്ങനെ ഈ പാപം പരിഹാരത്തിൽ ലോകത്തെ വിശുദ്ധീകരിക്കുന്നതിൽ പങ്കുചേരാൻ കഴിയും? നമുക്കും കഴിയും. എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയാണ് യേശു ലോകത്തിന്റെ പാപം വേരോടെ പിഴുതു മാറ്റിയത്? എന്താണ് പാപമെന്ന് പറഞ്ഞു? ദൈവത്തിലുള്ള അവിശ്വാസമാണ്, അല്ലേ? അപ്പൊ യേശു എങ്ങനെയാ പാപം നീക്കിയത്? അവൻ കുരിശിൽ സ്വയം ബലിയായി തീർന്നുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തി. യേശു എങ്ങനെയാണ് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായത് എന്നാണ് ഞാൻ പറയുന്നത്. അവൻ കുരിശിൽ സ്വയം ബലിയായി തീർന്നുകൊണ്ട് ലോകത്തിന്റെ പാപത്തിന് സ്വയം പരിഹാരം ചെയ്തു.
തന്നിലേറ്റെടുത്ത് ലോകത്തെ വിശുദ്ധീകരിക്കുകയാണ് തൻ്റെ മർത്യ ശരീരത്തിൽ. അതുപോലെ കുരിശിലൂടെ ദൈവത്തിൻ്റെ അനന്ത സ്നേഹം യേശു വെളിപ്പെടുത്തി. അപ്പൊ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ലോകത്തെ വിശുദ്ധീകരിച്ചു തൻ്റെ കുരിശുമരണത്തിലൂടെ, പീഡാസഹനത്തിലൂടെ. രണ്ട്, ദൈവത്തിൻ്റെ അനന്ത സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തി. അതെന്താണ്? തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പാപപങ്കിലമായ ലോകത്തെ, പാപത്തിന് അധീനമായ മനുഷ്യകുലത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ ദൈവപിതാവിൻ്റെ അനന്ത സ്നേഹം കുരിശിൽ വെളിപ്പെടുത്തി. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. യേശു എങ്ങനെയാണ് ലോകത്തിന്റെ പാപം നീക്കിയതെന്ന് പറയാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമതായി പറഞ്ഞു, അവൻ തൻ്റെ പീഡാസഹനത്തിലൂടെയും കുരിശു മരണത്തിലൂടെയും ലോകത്തെ വിശുദ്ധീകരിച്ചു, ലോകത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്തു. രണ്ട്, അവൻ ദൈവപിതാവിൻ്റെ അനന്ത സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ ലോകത്തിന് വെളിപ്പെടുത്തി. അപ്പൊ ലോകത്തെ പാപത്തിൽ നിന്ന് വിശുദ്ധീകരിച്ചു, ദൈവത്തിന്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ലോകത്തെ ദൈവത്തിലേക്ക് ആകർഷിച്ചടുപ്പിച്ചു, വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു, ദൈവ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നു. സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് യേശു ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായത്. അവൻ ലോകത്തിന്റെ പാപം നീക്കിയെന്ന് പറഞ്ഞാൽ അർത്ഥം അവിശ്വാസമാകുന്ന പാപത്തെ വേരോടെ പിഴുതുമാറ്റി പാപത്തിന് പരിഹാരമായി സ്വയം ബലിയർപ്പിച്ചു. ദൈവത്തിന്റെ അനന്ത സ്നേഹം വെളിപ്പെടുത്തി കുരിശിലെ യാഗത്തിലൂടെ. അങ്ങനെ ലോകത്തെ ചലഞ്ച് ചെയ്യുകയാണ് ഈ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ. ഈ സ്നേഹത്തിന് എങ്ങനെ പ്രതിസ്നേഹം കൊടുക്കാതിരിക്കും? എങ്ങനെ പ്രത്യുത്തരം നൽകാതിരിക്കും? വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ലോകത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ, അത് വിശ്വാസത്തിലേക്ക് വെല്ലുവിളിക്കുന്ന, ജോണിന്റെ സുവിശേഷത്തിൽ വിശ്വാസത്തിലേക്ക് വെല്ലുവിളിക്കുന്ന ഒരു ശൈലിയുണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ? വന്നു കാണുക. നമുക്കത് തുടർന്ന് വരുന്ന ബൈബിൾ ഭാഗങ്ങളിൽ കാണാം. മറ്റുള്ളവരെ യേശുവിലേക്ക് ക്ഷണിക്കുന്നത് വന്നു കാണുക, കം ഡെഫിനറ്റ്ലി യു വിൽ സീ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്ന ശൈലി. 29-ാം വാക്യത്തിന്റെ അർത്ഥമാണ് ഞാൻ വിശദീകരിച്ചത്. തുടർന്ന് 30-ാം വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. നേരത്തെ പറഞ്ഞു, എനിക്ക് മുമ്പ് തന്നെ ഇവൻ ഉണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. എന്നെ അയച്ചവൻ. നോക്കുക, സ്നാപക യോഹന്നാന്റെ ബോധ്യം. സ്നാപക യോഹന്നാൻ താപസ ജീവിതം നയിച്ച് വിജനസ്ഥലത്തെ ആഴമായ ധ്യാനത്തിൽ പലപ്പോഴും ദൈവത്തെ ദർശിച്ചിരുന്നു, ദൈവിക വെളിപാട് സിദ്ധിച്ചിരുന്നു എന്നർത്ഥം. ഇവിടെ സ്നാപക യോഹന്നാൻ കണ്ടെന്ന് പറയുന്ന ഈ കാഴ്ച, അതിനകത്ത് വെറും ഒരു ഫിസിക്കൽ സീയിങ് അല്ല, ബ്ലേപ്പോ അല്ല ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ എത്ര പ്രാവശ്യം കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ, ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സ്പിരിച്വൽ വിഷനാണത്. ആ സ്പിരിച്വൽ വിഷൻ എന്ന് പറയുന്നത്, ഇത് യേശുവിനെ നേരിട്ട് കണ്ടവർക്ക്, ഉത്ഥിതനായ കർത്താവിനെ നേരിട്ട് കണ്ടവർ, സ്വർഗാരോഹണം നേരിട്ട് കണ്ടവർ, അവർക്ക് ഒരു ഫിസിക്കൽ സീയിങ്ങിന്റെ അർത്ഥം അവിടെ ഉണ്ട്. പക്ഷെ അത് ജസ്റ്റ് ഒരു ഫിസിക്കൽ സീയിങ് അല്ല, അതിനെല്ലാം അതീതമായതാണ്. കണ്ണുകൊണ്ട് കണ്ടെങ്കിലും ആ കണ്ടതിലെല്ലാം ഗ്രഹിക്കുന്നില്ല. പിന്നെയോ ആയുഷ്കാലം മുഴുവൻ നീളുന്ന ഒരു കാഴ്ച
അതിൽ നിന്ന് ഉറവയിൽ നിന്നെന്ന പോലെ നമുക്ക് ആ അനുഭവം വന്നുകൊണ്ടിരിക്കും. മാർക്കിന്റെ സുവിശേഷത്തിലും ലൂക്കിന്റെ സുവിശേഷത്തിലും യേശുവിനുണ്ടായ അനുഭവമാണ് നീ എൻ്റെ പ്രിയപുത്രൻ. മാത്യുവിൽ പക്ഷേ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അധികം വിശദീകരിച്ചിട്ടില്ല. ജോണിന്റെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാനാണ് കണ്ടത് യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം സാക്ഷ്യപ്പെടുത്തി. അപ്പൊ ഈ സ്നാപക യോഹന്നാന്റെ ദൈവാനുഭവം ഒന്ന് നോക്കിയേ. ദൈവത്തിന്റെ തിരുമനസ് വെളിപ്പെടുത്തി കിട്ടുകയാണ് സ്നാപക യോഹന്നാൻ. യോഹന്നാൻ അല്പനേരത്തേക്ക് കത്തിച്ചൊലിക്കുന്ന ഒരു ദീപം, എന്നിട്ട് അവൻ ഇത്രയും വലിയ ദർശനം കിട്ടി. അപ്പൊ യോഹന്നാൻ ശ്ലീഹായിക്കോ, ദൈവസ്നേഹത്താൽ ജ്വലിച്ച യോഹന്നാൻ ശ്ലീഹായുടെ അനുഭവമോ, അതാണ് സുവിശേഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ ക്രിസ്തുശിഷ്യത്വത്തിന്റെ പാത എങ്ങനെയായിരിക്കണം? എന്താണ് നമ്മുടെ ദൗത്യമെന്നറിയണം, എന്താണ് പാപമെന്നറിയണം. ലക്ഷ്യം തെറ്റുന്നതാണ് പാപം, ദൈവത്തിൽ നിന്ന് ദൃഷ്ടി അകലുന്നതാണ് പാപം, ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് പടിപടിയായിട്ട് അകന്നു പോകുന്നത്. എന്നാൽ വിശ്വാസം എന്നതോ യേശുവിലേക്ക് വ്യക്തിപരമായി അടുക്കുന്നതാണ്. വേർപെടുത്താനാകാത്ത ആത്മബന്ധത്തിലേക്കുള്ള വളർച്ച, ഗാഠമായ ഐക്യത്തിലേക്കുള്ള വളർച്ച. 1:19 മുതൽ 1:34 വരെ സ്നാപക യോഹന്നാൻ യേശുവിനെ കുറിച്ച് നൽകുന്ന സാക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, എത്ര ആഴമായ ഉൾക്കാഴ്ചകളാണ് ഇത് നൽകുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ വചനഭാഗം നമ്മുടെ ശിഷ്യത്വത്തിന് നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.